ശ്രദ്ധേയമായ ശിവശില്പം പൂർത്തിയാകുന്നു. ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. ജീവൻ തുടിക്കുന്ന നിരവധി ശില്പങ്ങളിലൂടെ പ്രശസ്തനായ ശില്പി ഉണ്ണി കാനായിയുടെ പണിപ്പുരയിൽ ശ്രദ്ധേയമായ ശിവശില്പത്തിൻ്റെ പണി പൂർത്തിയായി. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രാങ്കണത്തിൽ സ്ഥാപിക്കാനായി വെങ്കലത്തിലാണ് ശിവശില്പം ഒരുക്കിയിട്ടുള്ളത്. ഉണ്ണിയുടെ ശില്പനിർമ്മാണത്തിലെ ഏറ്റവും വലിയ വെങ്കല ശില്പമാണിത്. തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായി മൊട്ടമ്മൽ രാജനാണ് ശിവന്റെ പൂർണ്ണകായ വെങ്കല ശില്പം തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത്. ഏകദേശം 4 വർഷത്തോളം സമയമെടുത്ത് 14 അടി ഉയരത്തിൽ നിർമ്മിച്ച ശില്പം ആദ്യം കളിമണ്ണിൽ നിർമ്മിച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് എടുത്ത് പിന്നീട് മെഴുകിലേക്ക് രൂപമാറ്റം ചെയ്ത് വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്യുകയായിരുന്നു. വെങ്കലത്തിലും സ്റ്റീലിലും നിർമ്മിച്ച ശില്പത്തിന് ഏകദേശം 4000 കിലോ തൂക്കം വരും. കോൺക്രീറ്റിൽ ഉയരം കൂടിയ ശിവശില്പങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ തന്നെ വെങ്കലത്തിൽ നിർമ്മിച്ച ഏറ്റവും വലിയ ശിവശില്പമാണ് തളിപ്പറമ്പിൽ ഒരുങ്ങുന്നതെന്ന് സംഘാടകർ അവകാശപ്പെടുന്നു. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് വേണ്ടിയാണ് 14 അടി ഉയരത്തിലുള്ള ഈ പൂർണ്ണകായ ശിവന്റെ ശില്പങ്ങൾ ഒരുങ്ങുന്നത്. ഇത് കാനായിലെ എൻ്റെ പണിപ്പുരയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നു വരുന്നത്. ആദ്യം കളിമണ്ണിൽ നിർമ്മിച്ച ശില്പം പ്ലാസ്റ്റർ പാർസൽ മോൾഡ് എടുത്ത് തേന്മഴയിൽ നിർമ്മിച്ച് പരമ്പരാഗത രീതിയിൽ വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ശില്പം ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 4 വർഷത്തോളം സമയമെടുത്തു ഈ ശില്പം പൂർത്തിയാകാൻ. ഇത് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലെ നമ്മുടെ കിഴക്കേ നടയിൽ ആൽച്ചുവട്ടിലാണ് ഈ ശില്പം സ്ഥാപിക്കുന്നത്. തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായി മൊട്ടമ്മൽ രാജാട്ടനാണ് ഈ ശില്പം ക്ഷേത്രത്തിലേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം ശില്പം അനാച്ഛാദനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന്റെ സംഘാടകർ. രാജരാജേശ്വരി ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ ആൽമരത്തിന്റെ ചുവട്ടിലാണ് ശിവശില്പം സ്ഥാപിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തൃശൂർ സർക്കിളിന്റെ സൂപ്രണ്ട് രാമകൃഷ്ണ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ TTK ദേവസ്വം പ്രസിഡന്റ് വിനോദ് കുമാർ TP, മൊട്ടമ്മൽ രാജൻ എന്നിവർ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിന് മുന്നിലെ ശിവശില്പം സ്ഥാപിക്കുന്ന സ്ഥലവും ശില്പിയുടെ പണിപ്പുരയും സന്ദർശിച്ചിരുന്നു. പ്രതിമ സമർപ്പണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരസിംഹറാവു രാജരാജേശ്വരി ക്ഷേത്ര സന്നിധിയിൽ എത്തുമെന്ന സൂചന ശില്പിയെ ഏറെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. ശിവരാത്രിക്ക് മുന്നേ അനാച്ഛാദനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ബന്ധപ്പെട്ടവർ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിൾ മേധാവികൾ ക്ഷേത്രം സന്ദർശിച്ചു. TTK ദേവസ്വം പ്രസിഡന്റ് TP വിനോദ് കുമാർ, മൊട്ടമ്മൽ രാജൻ, ശില്പി ഉണ്ണി കാനായി തുടങ്ങിയവരുമായി ആർക്കിയോളജിക്കൽ ടീം വിശദമായ ചർച്ചയും നടത്തി. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രമുഖരെ കൂടി പങ്കെടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സമർപ്പണത്തിൻ്റെ പിന്നിലുള്ളവർ. ശില്പനിർമ്മാണ സഹായികളായി സുരേഷ് അമ്മാനപ്പാറ, വിനേഷ് K, ബാലൻ പാച്ചേനി, ബൈജു കോറോം, സുരേഷ് K, ശ്രീകുമാർ MB എന്നിവരും ഉണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിലെ മഞ്ജുളാൽ തറയിൽ ഗരുഡ ശില്പം വെങ്കലത്തിൽ ഒരുക്കുന്ന തിരക്കിലാണ് ശില്പി ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഉഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.